ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളൊരു ജീവിതം നയിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏറ്റവും ചുരുങ്ങിയ അടിമകൾക്ക് മാത്രം നൽകുന്ന തഖ്വ എന്ന ഒരു സിഫത്ത് ഏറ്റവും ദുർബലരായ നമുക്ക് കൂടി നൽകി അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ മനസ്സുകളിൽ നമ്മളൊന്നും അറിയാതെ പിടികൂടുന്ന വലിയൊരു രോഗമാണ് അൽ ഗഫ്ലത്ത്, അശ്രദ്ധ എന്ന് പറയുന്നത്. കെയർലെസ്. നമ്മൾ ഈ ദുനിയാവിൽ ശ്രദ്ധയില്ലാതെ ഇങ്ങനെ ജീവിച്ചു പോവാണ്. നമ്മൾ എന്തിനെ തൊട്ടാണ് അശ്രദ്ധമായി പോയത്? അത് ആഖിറത്തെ കുറിച്ചാണ്. വിശുദ്ധ ഖുർആൻ എത്രയാണ് നമ്മളോട് സംസാരിച്ചത്? വലാ തകും മിനൽ ഗാഫിലീൻ. ഇത് ഖുർആനാണ്. വലാ തകും മിനൽ ഗാഫിലീൻ. നിങ്ങൾ ശ്രദ്ധിക്കാതെ ജീവിച്ചു പോകരുത്. നമ്മളൊരു എക്സലേറ്ററിൽ കയറി നിന്നാൽ നമ്മൾ ശ്രദ്ധിച്ചാലും ശരി, ശ്രദ്ധിച്ചില്ലെങ്കിലും ശരി, അതിങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും എന്നതുപോലെയാണ് ദുനിയാവ്. നമ്മളൊരു ട്രെയിനിൽ കയറി സ്റ്റോപ്പ് എത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചാലും ശരി, കിടന്നുറങ്ങിയാലും ശരി, സ്റ്റോപ്പ് എത്തും, എന്നെ വിളിക്കേണ്ട ആൾ വിളിക്കും, ഇറങ്ങല്ലാതെ വേറെ വഴിയൊന്നും നമ്മുടെ മുന്നില്ല. അതുകൊണ്ടാണ് വലാതകും മിനൽ ഗാഫിലീൻ. അതുകൊണ്ട് നിനക്ക് പോകാനിരിക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച്, സമയത്തെക്കുറിച്ചൊക്കെ നിനക്കൊരു ബോധം വേണം. നീ അശ്രദ്ധയിൽ ജീവിക്കല്ലേ എന്നാ ഖുർആൻ പറയുന്നത്. വഅൻദിർഹും യൗമൽ ഹസ്റതി ഇദ് ഖുദിയൽ അംർ വഹും ഫീ ഗഫ്ലത്തിൻ വഹും ലാ യുഅ്മിനൂൻ. വിശുദ്ധ ഖുർആൻ പറയാണ്, പ്രവാചകരെ അങ്ങ് വഅൻദിർഹും, അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം. യൗമൽ ഹസ്റ, ഖേദം മാത്രം ഉണ്ടാകുന്ന ഒരു ദിവസം. എല്ലാവർക്കും ഖേദമാണ്. തിന്മ ചെയ്തവന് ഇഷ്ടം പോലെ ഖേദമുണ്ട്, നന്മ ചെയ്തവന് ഒന്നും കൂടെ ചെയ്യായിരുന്നല്ലോ എന്നൊരു ഖേദം മാത്രമേ ഉള്ളൂ അവിടെ. ആ ദിവസത്തെ പറ്റി താങ്കൾ മുന്നറിയിപ്പ് കൊടുക്കണം. വഹും ഫീ ഗഫ്ല, അവരിതൊന്നും ആലോചിക്കാതെ ഇങ്ങനെ ജീവിച്ചു പോവല്ലേ. ഒരു വെള്ളിയാഴ്ച വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് എങ്കിൽ, ഒരു പെരുന്നാൾ വരുമ്പോൾ, ഒരു നോമ്പ് വരുമ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ വഹും ഫീ ഗഫ്ല, അവർ അശ്രദ്ധയിലാണ്, അവർ ഉണർത്തണം എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞുതരാണ്. മഹാനായ നാലാമത്തെ ഖലീഫ അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, മനുഷ്യൻ ഈ അശ്രദ്ധയിൽ ജീവിച്ചു പോകാനുള്ള രണ്ട് കാരണം അദ്ദേഹം പറഞ്ഞതിൽ ഒന്നാമത്തേത് തൂലുൽ അമൽ, അറ്റമില്ലാത്ത ആഗ്രഹങ്ങൾ മനുഷ്യർക്കുണ്ട്. ഒരുവിധപ്പെട്ട ആഗ്രഹമൊക്കെ അല്ലാഹു സാധിച്ചു വന്നു എന്നടങ്ങിയിരിക്കാൻ തയ്യാറാണോ? അല്ല, ഇനിയും ആഗ്രഹങ്ങളുണ്ട്, ലിസ്റ്റുണ്ട്, ബക്കറ്റ് ലിസ്റ്റിൽ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്, റെസ്റ്റോറന്റുകളുണ്ട്, ഒരുപാട് ഫോണുണ്ട്. പുതിയ ഫോൺ ഇറങ്ങിയാൽ പഴയ ഫോൺ നമുക്ക് വേണ്ടല്ലോ. തൂലുൽ അമൽ, തീരാത്ത ആഗ്രഹങ്ങൾ കൊണ്ടാണ് ദുനിയാവ് ആഖിറത്തെ അവൻ മറന്നു പോകുന്നത്. വത്തിബാഉൽ ഹവ, അവന്റെ ആഗ്രഹത്തെ ഫോളോ ചെയ്ത് അവൻ ഇങ്ങനെ ജീവിക്കുക. എന്നിട്ട് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ, ഇമാം ബുഖാരി അടക്കം ഉദ്ധരിച്ച ചില വചനങ്ങളുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ. അതുകൊണ്ട് നിങ്ങൾ ആഖിറത്തിന്റെ മക്കളായിക്കോളൂ, ദുനിയാവിന്റെ മക്കളാവരുത് എന്ന് അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അമല് ചെയ്യാം, ആരും നിങ്ങളോട് ചോദിക്കൂല, ആരും ചോദിക്കാനുള്ള ആരും ചോദിക്കൂല. പക്ഷേ ഹിസാബുൻ വലാ അമൽ, നാളെ ചോദ്യം മാത്രമേ ഉള്ളൂ, ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ആരോടൊക്കെ പോയി പറയാൻ കഴിയുമോ? അള്ളാഹുവോട് പോലും പറയാൻ കഴിയില്ലല്ലോ. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ നാളെ ആഖിറത്തിന്റെ മനുഷ്യരായിക്കോളൂ, ദുനിയാവിന്റെ മനുഷ്യരാവില്ലേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. താബീങ്ങളിൽപ്പെട്ട പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ് ഇമാം ഹസൻ അൽ ബസരി. ബസറക്കാരനായ ഹസൻ, പേരുപോലെ ജീവിതം തന്നെ ഭംഗിയുള്ളതാക്കി തീർത്ത ഒരു സാത്വികനായിരുന്നു ഇമാം ഹസൻ അൽ ബസരി. അദ്ദേഹം ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് പോയിട്ട്, താങ്കളെ സ്വാധീനിച്ച ഒരു ഖുതുബ പറഞ്ഞു തരൂ എന്ന് ചോദിക്കാൻ. ചിലപ്പോൾ ചില ഖുതുബകൾ ആളുകളെ സ്വാധീനിക്കും, ചില ആളുകളെ ചില പ്രഭാഷണങ്ങൾ ആളുകളുടെ ജീവിതം തന്നെ യൂട്ടേൺ അടിപ്പിക്കാൻ മാത്രം പോകുന്നതാണ്. ജാബിറിനോട് ചോദിക്കാൻ ഹസൻ ബസരി, താങ്കൾ സ്വാധീനിച്ച ഒരു ഖുതുബ പറയൂ. അദ്ദേഹം ഒരു 5 വരിയുള്ള ഖുതുബയാണ് പറഞ്ഞു കൊടുക്കുന്നത്. 5 വരിയുള്ള ഖുതുബ അദ്ദേഹം പറഞ്ഞു, ഞാൻ കേട്ട ഖുതുബകളിൽ എന്നെ സ്വാധീനിച്ച വരികൾ ഞാൻ എനിക്ക് പറഞ്ഞു തരാം. ഇന്നലിൽ അബദി മഖാഫതൈൻ, ഒരു മനുഷ്യൻ 2 ഭയപ്പാടിനിടയിലാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നാണ്. ഒന്നാമത്തെ അവന്റെ ഭയപ്പാട് മിൻ അജലിൻ ഖദ് മദാ, അവന്റെ കഴിഞ്ഞ കാലത്തെ ഓർത്തിട്ടാണ്. ലാ യദ്രി അല്ലാഹു ഖാദിം ബിഹി, അവന്റെ കഴിഞ്ഞ കാലം അല്ലാഹു എന്ത് ചെയ്യും, അല്ലാഹു എന്താണ് അതിൽ വിധിക്കുക എന്നവൻ അറിയില്ലല്ലോ. കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു, ഞാൻ തൗബയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ തൗബ ചെയ്ത അതേ തിന്മ എന്നും ചെയ്തിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആ തൗബയിൽ നിന്ന് യഥാർത്ഥ തൗബയായിരുന്നെങ്കിൽ ആ തിന്മ നമ്മൾ വിടിയുമായിരുന്നല്ലോ. ഇന്നും ആ തിന്മ നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ? കഴിഞ്ഞ കാലത്തിൽ അള്ളാഹു എന്ത് ചെയ്തു എന്നതാണ് ഒന്നാമത്തെ നമ്മുടെ പേടി.
വമിൻ അജലിൻ ഖദ് ബഖിയ, ഇനി കുറച്ച് കാലം കൂടെ ബാക്കിയുണ്ട്. ലാ യദ്രി വല്ലാഹു സാനിഉ ബിഹി, അത് വെച്ചിട്ട് അല്ലാഹു എനിക്ക് എന്തായാലും വിധിക്കാൻ പോകുന്നത്? ഇനിയും ഈ ഹറാമ് തന്നെ ചെയ്ത് ജീവിതം നശിക്കേണ്ടി വരുമോ? അതാണോ അല്ലാഹു വിധിക്കുന്നത്? അല്ല, ആ തിന്മകളെ ഒക്കെ മറികടക്കുമാറ് ഏറ്റവും നല്ല ജീവിതം നയിച്ച് സ്വാത്വികനായി അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകാനുള്ള ഒരു യു ടേൺ അള്ളാഹു എനിക്ക് വിധിക്കുമോ? എനിക്കറിയില്ലല്ലോ. ഈ രണ്ട് പേടിക്കുള്ളിലാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ആ ഖുതുബയിലെ ഏറ്റവും മനോഹരമായ, അതിമനോഹരമായ ഒരു വാക്ക് അദ്ദേഹം പറയുന്നത്, വഅൻതും ഖുലിഖ്തും വഇന്ന ദുനിയാ ഖുലിഖത് ലക്കും, തീർച്ചയായും ദുനിയാവ് സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ്. വഅൻതും ഖുലിഖ്തും ഫിൽ ആഖിറ, നിങ്ങളോ അത് ആഖിറത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. നമ്മൾ ആലോചിച്ചു, എത്ര അർത്ഥഗർഭമായ ഒരു ആശയമാണ് അത് പറയുന്നത്. ദുനിയാവ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് നിങ്ങൾ വേണമെന്ന് വെച്ചാലും വേണ്ടെന്ന് വെച്ചാലും ദുനിയാവ് നിങ്ങൾക്ക് കിട്ടും. ഒരു പണ്ഡിതൻ പറഞ്ഞല്ലോ, ദുനിയാവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ രണ്ട് പോസിബിലിറ്റിയാണ് ഉള്ളത്. ഒന്ന് എനിക്ക് കിട്ടേണ്ടത്, അല്ലെങ്കിൽ അവനെ കിട്ടേണ്ടത്. എനിക്ക് കിട്ടേണ്ടത് ആര് തട്ടിയെടുക്കാൻ ശ്രമിച്ചാലും അവന് കിട്ടൂലല്ലോ. എന്റെ ഫ്രണ്ടിന് കിട്ടേണ്ട, സുഹൃത്തിന് കിട്ടേണ്ടതാണ്. ഞാൻ എല്ലാവരും ഫോൺ വിളിച്ച് ശുപാർശ ചെയ്താലും അതെനിക്ക് കിട്ടാൻ പോകുന്നില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ പിടിക്കുന്നത്? ദുനിയാവ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് നിങ്ങൾക്ക് എന്തിരുന്നാലും കിട്ടും. നിങ്ങൾ എന്തിനാ സൃഷ്ടിക്കപ്പെട്ടത്? അല്ല നമ്മൾ ആലോചിക്കേണ്ടത്. എവിടുന്ന് വന്നു, എവിടേക്ക് പോകണം, എന്തിനു സൃഷ്ടിക്കപ്പെട്ടു? ഈ 3 ചോദ്യങ്ങൾ മനുഷ്യന്റെ ദൈക്ഷണികമായ ചോദ്യങ്ങളാണെന്നാണ്. അതിന് മറുപടി ഇല്ലെങ്കിൽ ജീവിതത്തിൽ അവന് സന്തോഷം കിട്ടൂല. അവിടെയാണ് മറുപടി പറയുന്നത്, ആഖിറത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് അതിനുവേണ്ടി എന്തെങ്കിലും പണിയെടുത്തോളൂ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്. ഓരോ മനുഷ്യനും ആലോചിക്കും, ഒരു കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് മൂലക്കിരുന്നിട്ട്, പള്ളിയിൽ ഏതെങ്കിലും നമസ്കാരത്തിന് ഒന്ന് ഒറ്റയ്ക്കിരുന്നിട്ട്. അങ്ങനെയുള്ള സാഹചര്യം കുറവാണ്. എല്ലാ പള്ളികളിലും ഇന്ന് ആളുകൾ തിരക്കാണ്, എല്ലാ പള്ളിയിലും ലേറ്റ് ആണ്. ഒരു പണ്ഡിതൻ പറയാം, എല്ലായിടത്തും വർണ്ണശബളമായ ലേറ്റുകളാണ്. ഒന്ന് ഇരുട്ടിൽ ഒറ്റയ്ക്കിരുന്ന് കരയാൻ പോലും മനുഷ്യന് കഴിയില്ല. സുജൂദിൽ പോയാൽ അടിയിൽ നിന്ന് മുകളിലേക്ക് ലേറ്റാണ്. ഒന്നിരുന്ന് ആരും കാണാതെ കരയാൻ സന്ദർഭമില്ല. അവനൊന്ന് ആലോചിക്കൂ, അവൻ നോക്കട്ടെ നാളേക്ക് വേണ്ടി എന്താ അവൻ ചെയ്തത്. എന്നിട്ട് ഖുർആൻ പറയുന്നത് എന്താണെന്നറിയോ? വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, അല്ലാഹനെ മറന്ന ഒരുവനെ പോലെ നീ ആവല്ല കേട്ടോ. ഫഅൻസാഹും അൻഫുസഹും, അങ്ങനെ മറന്ന മനുഷ്യരെ അവരെ കുറിച്ച് തന്നെ അല്ലാഹു അവർക്ക് മറവി കൊടുത്തു എന്നാണ്. അവരെ കുറിച്ച് തന്നെ അവർക്ക് ഓർമ്മയില്ല. നാളെ എന്ത് ചെയ്യണം, ഞാൻ ഇന്ന് എന്ത് ചെയ്യുന്നു, ഒന്നും അവർക്ക് ഓർമ്മയില്ലാതെ അവരിങ്ങനെ ജീവിക്കാം. അങ്ങനെ ഞായി പോയല്ലേ എന്ന് പറയാം. എന്ന് പറഞ്ഞ ഖുത്ബ അവസാനിച്ചു എന്നാണ് പറയുന്നത്. എത്ര വരിയുണ്ട്? ഒരു 4-5 വരി മാത്രമാണ് ഖുത്ബ. അത് അദ്ദേഹത്തെ സ്വാധീനിച്ചു എന്ന. ദുനിയാവിൽ അശ്രദ്ധമായി പോകുന്നതിനിടയിൽ ഈ ദുനിയാവിനെ കുറിച്ചറിയാൻ, ആഖിറത്തെ പറ്റി ഓർക്കാൻ അത് സഹായിച്ചു എന്ന് ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു റിപ്പോർട്ടാണ്. മനുഷ്യൻ എങ്ങനെയാണ് അശ്രദ്ധ ഉണ്ടാകുന്നത്? 3 കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന്, അവൻ എപ്പോഴും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവന്റെ നെഫ്സ്, അവന്റെ ജിസ്മിനെ മാത്രമേ. അവന്റെ ശരീരത്തെ സൂചിപ്പിക്കാൻ അവനൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കവി പാടിയതാണ്, ശരീരത്തെ സുഖിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവനെ, എത്രയാണ് നീ ശരീരത്തെ സുഖിപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ചത്? നല്ല ജോലി കിട്ടി, നല്ല റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിച്ചു, നല്ല വസ്ത്രം ധരിച്ചു, നല്ല വീട് വെച്ചു, കാർ വാങ്ങിച്ചു, എന്നിട്ടും ശരീരം സുഖിച്ചു. ശരി, നിന്റെ മനസ്സിന് സമാധാനം കിട്ടിയോ? ആ ചോദ്യം. നിന്റെ മനസ്സിന് സമാധാനം കിട്ടിയോ? നീ ഒരു മനുഷ്യനായിരിക്കുന്നത് നിന്റെ റൂഹ് കൊണ്ടാണ്, നിന്റെ ജിസ്മ് കൊണ്ടല്ല. നീ ശരീരത്തിന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു, പക്ഷേ റൂഹിന് കൊടുക്കേണ്ടത് നീ കൊടുത്തു. എനിക്കെല്ലാം ഉണ്ട്, എന്നിട്ടും സമാധാനമില്ലല്ലോ. എന്തേ സമാധാനം ഇല്ലാത്തത്? റൂഹിനെ നീ പരിഗണിച്ചിട്ടില്ല, റൂഹിന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല, ഒറ്റയ്ക്ക് ഇരുന്നിട്ടില്ല, തിന്മയെ കുറിച്ച് ആലോചിച്ചിട്ടില്ല, നന്മയെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. മനസ്സിന് നമുക്ക് കിട്ടേണ്ടതായ ഒരു റാഹത്തുണ്ട്, അത് നീ കൊടുത്തിട്ടില്ല. ഒന്നാമത്തെ കാരണം അതാണ്. ജിസ്മിനെ മാത്രം, ശരീരത്തിന് മാത്രം നീ പരിഗണിച്ചു. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, തിന്മ ചെയ്ത് അവന്റെ ഫീലിംഗ് തന്നെ നഷ്ടപ്പെട്ടു പോയി. ഒരു മനസാക്ഷി കുത്ത് ആദ്യം ചെയ്യുമ്പോൾ വല്ലാതെ സങ്കടം ഉണ്ടായിരുന്നു, തൗബ ചെയ്തപ്പോൾ ഒരുപാട് കരഞ്ഞിരുന്നു അവൻ. രണ്ടാമത് അതേ തിന്മ ചെയ്തപ്പോ കുറച്ചൊക്കെ വീണ്ടും കരഞ്ഞു. പക്ഷേ മൂന്നാമതും അതേ തിന്മ ചെയ്തപ്പോ കരയാൻ ശ്രമിച്ചു, കണ്ണീര് ഒന്നുപോലും വന്നില്ലല്ലോ എന്നാണ്. നാലാമത് ചെയ്തപ്പോ കരയുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. മനസ്സാക്ഷി കുത്ത് നശിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ചെയ്യുന്ന തിന്മ കാരണം. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞത്, ഒരാൾ തിന്മ ചെയ്യുമ്പോൾ ശരീരത്തിലും അവന്റെ മുഖത്തിലും ഒരു കറുത്ത പാട് വരുന്നതാണ്. ഈമാനുള്ള മനുഷ്യന് ആ കറുത്ത പാട് തിരിച്ചറിയാൻ കഴിയും.
അവന്റെ ഉപജീവനത്തിൽ, അവന്റെ റിസ്കിൽ എന്തോ ഒരു കുടിസത അനുഭവപ്പെടും. അത് തിന്മ ചെയ്യുന്നുണ്ടാ. മോഡിയോ ട്രംപിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ യുദ്ധം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. റിസ്കിൽ എന്തെന്നില്ലാതെ കുടിസത അനുഭവപ്പെടുന്നുണ്ട്, അത് ആ തിന്മ കാരണമാണ്. മൂന്നാമത് പറഞ്ഞത് ദാവൂദ് നബിയോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അള്ളാഹു പറഞ്ഞ വാക്ക് സൂറത്തു സാദിൽ അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. ദാവൂദ് നബിയോടാണ് പറയുന്നത്, ദാവൂദ് നബിയെ വലാ തത്തബിഉൽ ഹവ, താങ്കളുടെ ഇച്ഛ പോലെ അങ്ങ് ജീവിച്ച പോലെ. വലിയ രാജാവായിരുന്നല്ലോ ദാവൂദ് അലൈഹിസ്സലാം, വലിയ രാജാവാണ്, എന്തു ചെയ്യാം. പക്ഷേ അങ്ങനെ ആലോചിച്ചിട്ട് എല്ലാം ഒന്ന് ചെയ്തു തീർക്കല്ലേ. ഫയുദില്ലക അൻ സബീലിക്, അള്ളാഹുവിന്റെ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് താങ്കൾ അന്ന് തെറ്റിപ്പോകും. ഈ മൂന്ന് കാരണം പറഞ്ഞു. അതുകൊണ്ട് ഗഫലത്തിലാവാതിരിക്കാൻ ദുനിയാവിനെ ശരിക്കും തിരിച്ചറിയണമെന്ന പണ്ഡിതന്മാരും പറയുന്നുണ്ട്. ആരാണ് ബുദ്ധിമാൻ? ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള മനുഷ്യൻ ആരാണെന്ന് അറിയാമോ? അവൻ ദുനിയാവിനെ തിരിച്ചറിഞ്ഞവനാണ്. ഈ ദുനിയാവിന്റെ ഒരു പോക്ക് വരെ നമുക്ക് ആലോചിച്ച് നോക്കും അല്ലെ. എത്രയോ 60 വർഷങ്ങൾ എടുത്താൽ ഏതോ ഒരു 60 വർഷം ജീവിച്ച് മരിച്ചു പോകുന്ന മനുഷ്യരാണ് നമ്മൾ. നമുക്ക് മുമ്പും ശേഷവും ദുനിയാവുണ്ട്, അതിങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എവിടേക്കാ പോകുന്നത്? എല്ലാം ഒന്ന് റൊട്ടേഷൻ കഴിഞ്ഞാൽ ഒരുമിച്ച് കൂടാനുള്ള ഒരു പോക്കാണിത്. നമ്മൾ ജീവിക്കുന്ന കുറച്ചൊരു കാലം. അതുകൊണ്ടല്ലേ ഒരു പണ്ഡിതൻ പറഞ്ഞത്, പിന്നെ സ്വപ്നത്തിൽ ഒരു മനുഷ്യൻ കാണുന്ന സ്വപ്നം പോലെയാണ്. ഉറങ്ങുമ്പോൾ കാണുന്ന ഒരു സ്വപ്നം പോലെ. ആ സ്വപ്നം കംപ്ലീറ്റ് ചെയ്തതിന് ഉപ്പ വിളിക്കും. ചിലപ്പോൾ കുട്ടിയുടെ കാര്യത്തിലേക്ക് നമ്മൾ എഴുന്നേൽക്കും. സ്വപ്നം കംപ്ലീറ്റ് ചെയ്യാൻ പോലും സമയമില്ല. അത്രയും ദുർബലമായ ഒരു സമയം. ആരാണ് ബുദ്ധിമാൻ? ദുനിയാവിനെ അവൻ അറിഞ്ഞു, അവൻ ദുനിയാവിനെ ഉപേക്ഷിച്ചു. ദുനിയാവ് അവൻ ഉപേക്ഷിക്കുന്നതിന് മുമ്പായി. എന്ത് മനോഹരമാണ് ആ വചനം. ദുനിയാവ് എന്തായാലും നമ്മൾ ഉപേക്ഷിക്കും. 60 വയസ്സായ നമ്മളെ മക്കൾ പോലും ഉപേക്ഷിക്കും. പിന്നെ എങ്ങനെ ദുനിയാവ് ഉപേക്ഷിക്കായിരിക്കും? 60-65 വയസ്സായ കോളേജിൽ റിട്ടയർമെന്റ് പ്രായമില്ലേ? ഓരോ സമയത്തും റിട്ടയർമെന്റ് പ്രായമുണ്ട്. അതുകൊണ്ടാണ് നാഷണൽ കപ്പ് അടിച്ചാൽ ചില കായിക താരങ്ങൾ അപ്പോൾ അവരുടെ രാജി പ്രഖ്യാപിക്കും, അവർ വിരമിക്കും. സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്താം എന്ന് നമ്മൾ പറയാറുണ്ട്. അടുത്ത വർഷം നോക്കിയാൽ ടീമിൽ നമ്മൾ എടുക്കൂല, അതുകൊണ്ട് ഇന്ന് വിരമിക്കുകയാണ്. ദുനിയാവ് നമ്മൾ ഒഴിവാക്കുന്ന ഒരു കാലം വരും. അതിനു മുമ്പ് നമ്മൾ ദുനിയാവിനെ ഒഴിവാക്കുകയാണ്. ഒഴിവാക്കുന്ന പറഞ്ഞാൽ ദുനിയാവിൽ വേണ്ടത് മാത്രം ചെയ്തിട്ട് ദുനിയാവിനെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തുക. അവനാണ് ബുദ്ധിമാൻ. നമ്മളങ്ങനെ ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 തരം മനുഷ്യരുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. മുസ്തരീഹും മിൻഹു വ മുസ്തറാഹ്. ഒരു മനുഷ്യൻ മുസ്തരീഹ്, അതാരാ? സത്യവിശ്വാസിയാണ്. അവൻ നാളെ വിശ്രമിക്കാൻ വേണ്ടിയാണ് യാത്ര ചെയ്യുന്നത്. ഈ ദുനിയാവിൽ ഒരുപാട് പ്രയാസമുണ്ട്. ദുനിയാവിൽ എത്ര പ്രയാസങ്ങൾ മനുഷ്യർ അനുഭവിക്കുന്നുണ്ട്. വേദനകളില്ലാത്തവരുണ്ടോ? നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക്, നമ്മുടെ വീട്ടുകാർക്ക്, നമ്മുടെ അനിയത്തിക്ക്, ഏട്ടന്, അനിയന് എത്ര വിഷമങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ ദുനിയാവിൽ വിഷമമില്ലാത്ത ഒരാളുമില്ല. നമ്മളിങ്ങനെ ചിന്തിക്കാം. ഇന്ന് റീൽസിന്റെ ലോകത്ത് ആളുകളൊക്കെ ഹാപ്പിനെസ് മാത്രമാണ് പുറത്ത് കാണിക്കുന്നത്. റീൽസിന്റെ ലോകം അങ്ങനെയാണ്. എല്ലാവരും നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു, നാടുകളിലേക്ക് പോകുന്നു, റെസ്റ്റോറന്റിലേക്ക് പോകുന്നു, എല്ലാവരും സന്തോഷം മാത്രം പങ്കുവെക്കുമ്പോൾ അത് റിയലാണ്. നമ്മൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. ദുനിയാവിൽ എല്ലാവർക്കും പ്രയാസമുണ്ട്. ആ പ്രയാസങ്ങളൊക്കെ അവസാനിച്ചിട്ട് വിശ്രമിക്കാൻ പോകുന്നവനാണ് മുഅ്മിൻ ഖബറിലേക്ക്. നീ കരഞ്ഞ കണ്ണുനീര്, നീ തുടച്ച കണ്ണുനീര് അള്ളാഹു കണ്ടിട്ടുണ്ട്. നീ ആരും കേൾക്കാതിട്ട നെടുവീർപ്പുകൾ അള്ളാഹു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു അതിന് കൂലി തരും. അതുകൊണ്ട് നിന്റെ പണി കഴിഞ്ഞു. മുസ്തരീഹ്, നമ്മുടെ ഖബറിലേക്ക് എടുത്തു നോക്കുമ്പോൾ ഒരു മുഅ്മിൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാ. രണ്ടാമത്തെ ആളെ കുറിച്ച് പറഞ്ഞു, മുസ്തറാഹു മിൻഹു. അവൻ മരിച്ചാൽ ബാക്കിയുള്ള മനുഷ്യർക്ക് ആശ്വാസമാണ്. ഇവൻ പോയി കിട്ടിയല്ലോ. ഹദീസിന്റെ വചനം എന്താന്ന് പറഞ്ഞാൽ, മുസ്തറാഹു മിൻഹു അൽ ഇബാദു വൽ ബിലാദ് വശജറു വദ്ദവാബ്. നാടുന്ന ഇബാദ്, മനുഷ്യർക്കൊന്നാകെ ആശ്വാസമാണ് ചങ്ങായി പോയത്. വൽ ബിലാദ്, നാട് മുഴുവൻ സന്തോഷത്തിലാണ്. വശജർ, മരങ്ങൾ പോലും. വദ്ദവാബ്, ജീവികൾ പോലും. ആലോചിച്ചു, നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മാത്രമാണ് ജീവനുള്ളത് എന്ന് നമ്മൾ തെറ്റിയിരിക്കുന്നത്. നമ്മൾ ഹറാമ് ചെയ്യാൻ വേണ്ടി മലന്റെ മുകളിലേക്ക് ആളുകൾ പോകുന്നത്. കള്ളുകുപ്പി എടുത്തിട്ട്, ലഹരി കഞ്ചാവ് എടുത്തിട്ട് ചുരം കയറുകയാണ് ആളുകൾ. അള്ളാഹുവിന്റെ ഭൂമിയിൽ നിന്ന് പോലും ചെയ്യാൻ പറ്റാതെ തെറ്റാണ്. അത് പിടിച്ചിട്ടല്ലേ നമ്മൾ മുകളിലേക്ക് പോകുന്നത്. ഇന്ന് ആളുകൾ ട്രക്ക് ചെയ്യാൻ പോകും. ഒരു പരിചയമില്ലാത്ത പെൺകുട്ടി ആൺകുട്ടിയോട് ട്രക്ക് ചെയ്ത് ജീവിതത്തിന്റെ സങ്കടങ്ങൾ പറയാനാണ് പോകുന്നത്. ഭൂമിയിൽ പോലും ചെയ്യാൻ കഴിയില്ല. അതാണ് ഈ മുകളിൽ കയറിയിട്ട് ചെയ്യുന്നത്. വയനാടിലൊക്കെയുള്ള ദുരന്തങ്ങൾ നമ്മൾ വായിക്കുന്നില്ലേ? എത്രയാണ് ദുരന്തങ്ങൾ നമ്മൾ കാണുന്നത്. മണ്ണ് പൊട്ടി ഒലിക്കുകയാണ്. ഒരു ട്രക്കടക്കം വലിച്ചു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മുസ്തറാഹു മിൻഹു അൽ ഇബാദ് വൽ ബിലാദ് വശജർ വദ്ദവാബ്. ഇതൊക്കെ നമ്മളോട് പറയുന്ന ആളുകൾ ഓണേറും ഓഫേറൊക്കെ തിന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകാശത്ത് പോയി ഫ്ലൈറ്റിലാണോ? അവിടെ കണ്ടുണ്ട്. അവിടെയും തോന്നിവാസം ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. മുസ്തറാഹു മിൻഹു, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. വിശുദ്ധ ഖുർആൻ, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമിയാകെ പ്രകമ്പനം കൊള്ളുന്ന ഒരു ദിവസമുണ്ട്. യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാലഹ.
നമ്മൾ എവിടെ വെച്ചാണോ തിന്മ ചെയ്തത് ആ ഭൂമി സംസാരിക്കും. സോഫ സെറ്റിൽ ഇരുന്നിട്ടാണ് ഹറാമ് കണ്ടത്, ആ സോഫ പറയും. ക്ലാസ്മേറ്റിന്റെ കൂടെ ബെഞ്ചിലിരുന്നിട്ടാണോ, കാറിലിരുന്നിട്ടാണോ, കോഫി ഷോപ്പിലാണോ, എവിടെയും നമുക്ക് രക്ഷയൊന്നുമില്ല. എല്ലാം സംസാരിക്കുന്ന ഒരു കാലം വരും. അതുകൊണ്ട് നമ്മൾ ഈ കഴിഞ്ഞു പോകുന്ന ദുനിയാവിനെ കുറിച്ച് നമുക്ക് ഓർമ്മ വേണം. ഗഫലത്തിൽ മനുഷ്യനായി പോകും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വേണം. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു മഹാനായ സഹാബിയാണ്. അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്റെ കൂട്ടുകാരന് കൊടുക്കുന്ന ഒരു പ്രസിദ്ധമായ ഉപദേശമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഫദ്കുറുല്ലാഹ ഇൻദ ഹമ്മിക്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയാ, നിനക്ക് പ്രയാസം ഉണ്ടാകുന്ന ഏത് സന്ദർഭത്തിലും നീ അള്ളാഹുവിനെ ഓർക്കൂ എന്നാണ്. ഫദ്കുറുല്ലാഹ ഇൻദ ഹമ്മിക ഇദാ ഹമംത്. എനിക്ക് പ്രയാസമുണ്ടോ അള്ളാഹുവിനെ ഓർക്കുന്ന. നമുക്ക് പ്രയാസം വന്നാൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരനെ ഓർക്കും. സാമ്പത്തിക പ്രയാസം വന്നാൽ ആദ്യം ബാങ്കിനെ ഓർക്കും, ലോൺ അപേക്ഷിക്കാൻ വേണ്ടി പോകും, ലോൺ കാത്തേക്കും. അള്ളാഹ് ഓർത്തില്ലല്ലോ. നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ഈ ഹറാം ഒക്കെ ചെയ്തിട്ട് ദുനിയാവങ്ങ് കഴിച്ചലായി പോവാൻ നമ്മൾ വിചാരിക്കുകയാണ്. ഹറാമിന്റെ പണിയാണ്, ഹറാമിന്റെ സാലറിയാണ്, ഹറാമിന്റെ കച്ചവടമാണ്, ഹറാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, എന്നിട്ട് നിനക്ക് ആ ദുനിയാവിന്റെ ആവശ്യം അള്ളാഹ് തീർച്ചയായും നമ്മളിങ്ങനെ കോൺഫിഡൻസ് വിചാരിക്കണം. വിചാരിക്കുന്നൊന്നും തിരക്കേടില്ല, പക്ഷേ നീ ചിന്തിക്കുന്നത് അപകടമാണ്. ആലോചിച്ചു. സൽമാൻ ഫാരിസ് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് പ്രയാസം വരുമ്പോൾ നീ അള്ളാഹുവിനെ ഓർക്കണം. ആരാ സൽമാൻ ഫാരിസി? നമ്മൾ പഠിക്കണം. പ്രിയമുള്ളവരെ, സഹാബാക്കളുടെ ജീവിതം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു അലിവുണ്ടാകും. എന്ന നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടണോ, സാലിഹ്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങളുടെ മനസ്സ് അലിഞ്ഞു പോകും. അള്ളാഹു നിങ്ങളോട് കരുണ ചെയ്യും. സൽമാൻ ഫാരിസിയുടെ സത്യം അന്വേഷിച്ചുകൊണ്ടുള്ള ദീർഘമായ യാത്ര ഹദീസിന്റെ വചനങ്ങളിൽ കാണാം. സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല പേർഷ്യയിൽ മജൂസിയായി അഗ്നി ആരാധകനായി ജീവിച്ച സൽമാൻ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് അറിഞ്ഞിട്ട് ആ ആരാധനയൊക്കെ ഒഴിവാക്കി നാട് വിട്ടിറങ്ങി. ഒരുപാട് പുരോഹിതന്മാർ അന്വേഷിച്ചു. ഒരു സത്യസന്ധനായ പുരോഹിതനെ കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, മദീനയിൽ ഒരു പ്രവാചകൻ വരാനുണ്ട്, അങ്ങോട്ടേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. സൽമാന്റെ കയ്യിൽ കുറച്ച് പൈസയേ ഉള്ളൂ. സൽമാൻ മദീനയിലേക്ക് പോകുന്ന ഒരു കാരവനെ കണ്ടു. ഞാൻ എല്ലാ പൈസയും തരാം, മദീനയിലേക്ക് എത്തിക്കാം. അങ്ങനെ മദീനയിലേക്ക് എത്തിയപ്പോൾ ഇവർ ചെയ്തത് സൽമാന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു, കാലുകൈ വെട്ടിയിട്ടിട്ട് ഒരു ജൂതന് വിറ്റു എന്നാണ്. സൽമാൻ മദീനയിലേക്ക് കയറിയത് അടിമയായിട്ടാണ്. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. സൽമാൻ ഒരു ജൂതന്റെ അടിമയായിരുന്നു. ഒരുപാട് വർഷം മദീനയിൽ പ്രവാചകൻ വരുന്ന കാത്തിരിക്കുകയാണ്. അങ്ങനെ സൽമാൻ ഒരിക്കൽ ഈത്തപ്പനത്തോട്ടത്തിൽ ഈത്തപ്പനയുടെ മുകളിൽ കയറി ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടിയിൽ നിന്ന് മുതലാളി മറ്റൊരാൾ സംസാരിക്കുന്നത് കാണുന്നത്. മദീനയിൽ ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ പ്രവാചകൻ വന്നിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ആലോചിച്ചു. ദാറ്റ് മൊമെന്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, വർഷങ്ങളോളം കാത്തിരുന്നത് ഈ മുഹമ്മദ് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേൾക്കാനാണ്. നിയന്ത്രണം വിട്ട് താഴേക്ക് ഇറങ്ങി. സൽമാൻ ഫാരിസി ചോദിച്ചു, മുഹമ്മദ് വന്നോ? യജമാൻ ഒരു അടി കൊടുത്തു എന്നാണ്. ആ അടി സൽമാന് വേദനിച്ചില്ല. ഇത് കാത്തിരുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. സൽമാൻ റളിയല്ലാഹു തആല പ്രവാചകനെ കാണാൻ വേണ്ടി പോയി. പണ്ഡിതൻ പറഞ്ഞു കൊടുത്തു 3 അടയാളങ്ങൾ. ആ പ്രവാചകൻ സ്വതക സ്വീകരിക്കില്ല, ഹദിയ സ്വീകരിക്കും. അദ്ദേഹത്തിന്റെ പുറത്ത് ഒരു പ്രവാചകത്വത്തിന്റെ അടയാളമുണ്ട്. സൽമാൻ 3 പരീക്ഷിച്ചു. ഇത് സത്യാന്വേഷിക്ക യാത്രയല്ലേ, വെറുതെ അങ്ങ് സ്വീകരിക്കാൻ കഴിയില്ലല്ലോ. സൽമാൻ സ്വതക്ക കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, പ്രവാചകൻ ഇത് സ്വതക്കയാണ്. പ്രവാചകൻ തിന്നില്ല, സഹാബാക്കൾക്ക് കൊടുത്തു. രണ്ടാമത് ഹദിയ കൊടുത്തു. പ്രവാചകൻ ഇത് ഹദിയാണ്. പ്രവാചകൻ ആദ്യം അത് കഴിച്ചു എന്നാണ്. ഇത് രണ്ടും കേട്ടപ്പോൾ സൽമാന് ഭയങ്കര സന്തോഷം. പിന്നെ മൂന്നാമത് ഒന്നും കൂടി അറിയണം, പ്രവാചകന്റെ വസ്ത്രത്തിനുള്ളിലുള്ള ആ ഒരു മുദ്ര എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. സൽമാൻ ആ വസ്ത്രം അല്ലാഹു കൊടുത്തു. പെട്ടെന്ന് പ്രവാചകന്റെ ഷാള് തായിലേക്ക് വീണപ്പോൾ സൽമാൻ പുറം നോക്കി. അതും കൂടെ കണ്ടപ്പോൾ സൽമാൻ ആലോചിച്ചു, 10-40 വർഷത്തെ യാത്രയാണ്. സൽമാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് തന്റെ കഥ മൊത്തം പറഞ്ഞു കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെട്ടു. സഹാബാക്കളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, സൽമാൻ ഈ കഥ പറഞ്ഞു കൊടുക്കൂ. സൽമാൻ അന്ന് പറഞ്ഞ കഥയാണ് ഹദീസ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. വലിയ അത്ഭുതമാണ്. അതുകൊണ്ടാണ് നമ്മൾ സൽമാൻ അടിമയായിരുന്നു. അതുകൊണ്ട് ബദറിൽ സൽമാനെ കാണുന്നില്ലല്ലോ, ഉഹദിൽ സൽമാനെ കാണുന്നില്ലല്ലോ. സൽമാൻ ഫാരിസി പ്രത്യക്ഷപ്പെടുന്നത് ഖന്തക്കിലാണ്. ആ ഖന്തക്കിൽ തന്നെ സൽമാനാണ് പറഞ്ഞു കൊടുത്തത് ഒരു കടമൊഴിക്കണം. വിജയം തീർത്തു സൽമാൻ റളിയല്ലാഹു തആല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൽമാനിനെ കൈവച്ചിട്ട് പറഞ്ഞ ഹദീസ് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. ലൗ കാനൽ ഈമാനു ഇൻദ സുറയ്യ, ഈമാൻ സുറയ്യ നക്ഷത്രത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ലനാലഹു റിജാലുൻ മിൻ ഫാരിസ്, ഈ സൽമാന്റെ നാട്ടുകാരിലെ പേർഷ്യക്കാർ, ആ പേർഷ്യക്കാർ ആ നക്ഷത്രത്തിലേക്ക് യാത്ര ചെയ്തിട്ടാണെങ്കിലും ഈമാൻ നേടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനമാണ്. വലിയ അത്ഭുതമാണ്. അങ്ങനെ തന്നെ നടന്നു. മുഹദ്ദിസീങ്ങൾ എവിടെ നിന്നാണെന്ന് ആലോചിച്ചു. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തുടങ്ങിയ, ഇമാം അബൂ ഹനീഫ തുടങ്ങിയ ഫുഖഹാക്കൾ കൂഫക്കാരാണ്, പേർഷ്യക്കാരാണ്. മുഹദ്ദിസീങ്ങൾ പേർഷ്യക്കാരാണ്. നഹവിന്റെ പണ്ഡിതന്മാർ പേർഷ്യക്കാരാണ്. ജീവിതത്തിന്റെ ഇസ്ലാമിന്റെ നാഗരികതകൾ വളർത്തിയെടുത്തതിൽ പേർഷ്യക്കാരുടെ പങ്ക് വലുതാണ്. പ്രവാചകൻ പറഞ്ഞതാണ്. ആ സൽമാനാണ് പറഞ്ഞത്, ഫദ്കുറുല്ലാഹ്, നീ അല്ലാഹുവിനെ ഓർക്കണം കേട്ടോ, ഇൻദ ഹമ്മിക്, നിനക്ക് പ്രയാസം വരുമ്പോൾ എന്ന് പറഞ്ഞു കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മനോഹരമായ ഒരു ഹദീസ് കാണാം. ഇദാ അറാദ അൻ യഅലമ മാ ലഹു ഇൻദല്ലാഹ്, ഒരു മനുഷ്യന്
നാളെ അള്ളാഹു വരുന്ന ദിവസങ്ങളിൽ എന്താണ് അവന് വേണ്ടി നീക്കി വെച്ചത് എന്നറിയണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ആർക്കാ താല്പര്യമില്ലാത്തത്? എല്ലാവർക്കും താല്പര്യമുണ്ട്. നാളെ എന്ത് സംഭവിക്കും, അള്ളാഹു എനിക്ക് എന്താ വിധിച്ചത് എന്നറിയണമെന്ന് നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. എന്താ ടിപ്പ്? ഫൽയൻദുർ മാ ലില്ലാഹി ഇൻദഹു. അവൻ അള്ളാഹുവിന് വേണ്ടി എന്താണ് മാറ്റിവെച്ചത് എന്ന് നോക്കിക്കൊള്ളട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നിനക്ക് എന്താണ് നാളെ ചെയ്യാൻ പോകുന്നത് എന്ന് നിനക്കറിയണോ? നീ അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് നോക്കട്ടെ. നമ്മൾ സമയം കൊടുത്തോ അള്ളാഹുവിന് വേണ്ടി? സമ്പത്ത് കൊടുത്തോ? നമ്മൾ ആരോഗ്യം കൊടുത്തോ? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ സൂറത്തുൽ കഹ്ഫ് ഓതാൻ സമയം കിട്ടിയിട്ടുണ്ടോ? ആലോചിച്ചു. കച്ചവടത്തിന്റെ തിരക്കാണ്. ഇതൊരു അങ്ങാടിയുടെ ടൗണിന്റെ നടുക്കുള്ള പള്ളിയാണെന്ന് പറയാം. നമ്മൾ കച്ചവടത്തിന്റെ തിരക്കിൽ പോയില്ലേ, സൂറത്തുൽ കഹ്ഫ് ഓതാൻ സമയം കിട്ടിയോ? അത് കിട്ടാത്ത കസ്റ്റമർ വന്നോണ്ടല്ലേ എന്നല്ലേ നമ്മൾ ആലോചിക്കുന്നത്? അതുകൊണ്ടല്ല. മഹ്റൂം, അള്ളാഹു ആ അനുഗ്രഹം നിന്നിൽ നിന്ന് തടഞ്ഞു വെച്ചിരിക്കാം. അതുവരെ ആളില്ലായിരുന്നു, പെട്ടെന്ന് ബാങ്ക് കൊടുത്തു, ആ സമയത്ത് കുറച്ച് കസ്റ്റമർ വന്നു, ഒരേ സാധനമൊക്കെ വലിച്ചിട്ടിട്ട് അവനങ്ങ് പോയി. ദുനിയാവുമില്ല ആഖിറവുമില്ല. അതുകൊണ്ടാണ് ഒരു പണ്ഡിതൻ പറയുന്നത്, ആരുടെയെങ്കിലും നീയത്ത് ആഖിറമാണെങ്കിൽ അള്ളാഹു അവന്റെ ജീവിതത്തിൽ ഒരു ധന്യത കൊടുക്കും എന്ന് മാത്രമല്ല, അടുത്ത വചനം കൂടെ ശ്രദ്ധിച്ചു, അതാണ് വലിയ അത്ഭുതം. എന്ന് മാത്രമല്ല, ദുനിയാവ് അവന്റെ പിറകിലേക്ക് ഇങ്ങനെ നടക്കും. വഹിയറാഹിമ, ആ ദുനിയാവിന് ഒരു ആശയില്ല അവന്റെ അടുക്കൽ പോവാൻ, ഒരാഗ്രഹമില്ല. എങ്കിലും വില്ലിംഗ്ലി ദുനിയാവിന് പോകേണ്ടി വരും. അവന്റെ കട നോക്കിയാൽ അത്ര ഫർണിഷ്ഡായ കടയൊന്നുമല്ല, അത്ര ബിസിനസ്സിന് ടെക്നിക്സ് ഒന്നും അറിയുന്ന ചങ്ങായിയല്ല. പക്ഷെ അവന്റെ വീടിലെ കാട് കയറുകയാണ്, ഒറ്റ വർത്താനം കൊണ്ട് സെയിലായിട്ട് പോവാണ്, കച്ചവടം വർദ്ധിക്കാൻ. ദുനിയാവിന്റെ ലോജിക്ക് വെച്ച് നോക്കിയാൽ അവന് കച്ചവടം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അവനേക്കാൾ PhD പോസ്റ്റ് PhD MA ഒക്കെ എടുത്ത മനുഷ്യരുണ്ട്. പക്ഷെ അവന് ജോലി ഇല്ലാതെ നിന്റെ ഇടക്കല്ലേ, അവൻ അതുപോലും ഇല്ല, അവന് ജോലി കിട്ടി. ഇത് നമ്മുടെ ലോജിക്കൽ വർക്ക് ചെയ്യുന്ന കാര്യമല്ല. ദുനിയാവിന് താല്പര്യം ഉണ്ടായിട്ടല്ല, ദുനിയാവിന് വേറെ വഴിയില്ല, അവന്റെ പിറകെ നടന്നേ പറ്റുള്ളൂ. അവന്റെ നിയത്ത് ആഖിറയാ. രണ്ടാമത്തെ വരി പറയുന്നത്, ആരുടെയെങ്കിലും നിയത്ത് ദുനിയാവാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ എന്നും പ്രയാസങ്ങൾ ഉണ്ടാവും. അവന്റെ കണ്ണിന്റെ മുന്നിൽ എന്നും പ്രയാസം. എന്ന് മാത്രമല്ല, ദുനിയാവിൽ അള്ളാഹു എന്ത് എഴുതി വെച്ചോ അതേ അവന് കിട്ടുള്ളൂ. വേറെന്താ കിട്ടുക? അള്ളാഹു വിധിച്ചോ മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ ഈ ദുനിയാവിന് വേണ്ടിയല്ലേ ആഖിറം കളയുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് മനുഷ്യരെ, നിങ്ങൾ ഗഫലത്തിൽ പെടരുത്. ഖുർആനിനെ ഓർക്കൂ, അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കൂ. നമ്മൾ ഇന്ന് പോലും സൂറത്തുൽ കഹ്ഫിൽ ഓതിയ ഒരു വചനമുണ്ട്, വസ്ബിർ നഫ്സക മഅൽ ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി യുരീദൂന വജ്ഹ. ആയത്ത് അവസാനിക്കുന്ന നീ ഈ ഹവയെ ജീവിക്കുന്ന ആളെ പിറകിൽ ഇങ്ങനെ പോയില്ലേ, നീ അവനെ കേൾക്കില്ല. അവൻ അള്ളാഹുവിന്റെ ആയത്തുകളെ തൊട്ട് അശ്രദ്ധമായി ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മറന്നു പോകുന്ന ഒരു പരിപാടിക്ക് നമ്മൾ പോകില്ല എന്നൊരു നിയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെയുള്ള കൂട്ടുകെട്ട് നമുക്ക് വേണ്ട, അങ്ങനെയുള്ള റേസിലേക്ക് പോകണ്ട, അങ്ങനെയുള്ള യൂട്യൂബ് കമന്റ് നമ്മൾ എടുക്കണ്ട. ഒരുപക്ഷെ നമ്മൾ എടുത്താൽ 10 സർച്ച് കൊണ്ടായിരിക്കും ഹറാമിലേക്ക് പോവുക. എങ്കിൽ ഇപ്പോഴേ നമ്മൾ അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, സഹാബാക്കൾ ഹലാലിനും ഹറാമിനും ഇടയിൽ 70 ഹലാലിന്റെ ബാബുകൾ ഉണ്ടാക്കുന്നതാണ്. 70 ഹലാലിന്റെ ബാബുകൾ കടന്നാൽ ഒരു ഹറാമിലേക്ക് പോവുമെങ്കിൽ അവിടെ വെച്ചിട്ട് യൂട്ടേൺ അടിക്കാം. അവിടെ എത്തിയിട്ട് പറയുക നടക്കാമെന്ന് വിചാരിച്ചാൽ പറ്റൂല. ഗഫലത്തിലായി പോകുന്നതിനെ കുറിച്ചാണ് പറയണം. വിശുദ്ധ ഖുർആൻ തന്നെ 2 തരം ഗഫലത്തിനെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് പോസിറ്റീവായ ഗഫലത്താണ്. ഒരു മനുഷ്യൻ അശ്രദ്ധ ഉണ്ടാവും, അത് പോസിറ്റീവാണ്. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലദീന യർജൂന അൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്. ചില പെണ്ണുങ്ങളെ കുറിച്ചായി ഖുർആൻ പറയുന്നത്. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഉണ്ടാവണം, അങ്ങനെയുള്ള ചെറുപ്പക്കാരത്തികൾ ഉണ്ടാവണം. ഖുർആൻ എന്താ പറയുന്നത്? ഗാഫിലാത്ത്. അവർ തിന്മയെ പറ്റിയൊന്നും അവർക്ക് വലിയ ശ്രദ്ധയൊന്നുമില്ല. അങ്ങാടിയിൽ കുറെ ആൺപിള്ളേർ പോകുന്നുണ്ട്, പെൺപിള്ളേർ പോകുന്നുണ്ട്. ഈ മനുഷ്യൻ ഒരാളെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ പോവാ. ആളുകൾ ലഹരിയായിട്ട് ഇങ്ങനെ കഴിയുന്നുണ്ട്, വേൾഡ് കപ്പ് നടക്കുന്നത്. ഈ മനുഷ്യൻ ഒന്നും ചിന്തിച്ചിട്ടില്ല. അവൻ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, വീട്ടുകാരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. തിന്മകൾ അരങ്ങുവാഴുന്ന ലോകമാണ്, 4 ഭാഗവും തിന്മയാണ്. പക്ഷെ അത് ഇയാളെ ശ്രദ്ധപ്പെടുന്നില്ല, അള്ളാഹു പെടുത്തുന്നില്ല എന്നാണ്. അത് അള്ളാഹു കൊടുക്കുന്ന വല്ലാത്തൊരു തൗഫീഖാണ്. രണ്ടാമത്തെ ആൾ എന്താണെന്നറിയോ? അള്ളാഹു ചില ആളുകളെ അവന്റെ ആയത്തിൽ നിന്ന് അങ്ങനെ മാറ്റും. നന്നാവാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കൂല. അത് കൊടുക്കാത്തോണ്ടാണ് നമുക്ക് നിസ്കരിക്കുമ്പോൾ എന്താ സമാധാനം വരാത്തത്, ജമാഅത്തിന് പോകാൻ എന്താ നമുക്ക് തോന്നാത്തത്, രാത്രി നമസ്കാരത്തിൽ എഴുന്നേൽക്കാൻ എന്തേ നമുക്ക് തോന്നാത്തത്. ഇതൊന്നും നമുക്കൊരു സ്വിച്ചിട്ട പോലെ സംഭവിക്കുന്ന കാര്യം ഇത് അള്ളാഹു തരാത്തതുകൊണ്ടാണ്. അതിന് ഖുർആൻ പറഞ്ഞത്, അവരവരുടെ കിതാബ് അള്ളാഹുവിന്റെ ആയത്തിനെ തൊട്ട് അശ്രദ്ധയിൽ ജീവിച്ചു. ഗഫലത്തിലായിരുന്നു. അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ, ആഖിറത്തെ പറ്റി ഓർക്കാൻ അവർ ശ്രമിച്ചില്ല എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കേവലം ഒരു വെള്ളിയാഴ്ചയല്ല,
ആയുസിന്റെ എല്ലാ സമയവും ഒരു സമയമെങ്കിലും മാറ്റി വെച്ചിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇരുട്ടിലിരുന്നിട്ട് നമ്മൾ ആലോചിക്കണം, ഈ ദുനിയാവ് പോയിക്കൊണ്ടിരിക്കുക, ഞാൻ ഇങ്ങനെ പോവാ, ഇതെന്താ എൻ്റെ ജീവിതത്തിൽ ബാക്കിയുള്ളത്, എന്താ എൻ്റെ ആക്കിപത്ത്, ആലോചിക്കണം, കരയണം, അള്ളാഹുവോട് ദുആ ചെയ്യണം. അള്ളാഹു നമ്മളെയൊക്കെ ദുആ സ്വീകരിക്കും. അള്ളാഹു നമ്മളൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على نبينا محمد وعلى آله وأصحابه الأبرار. وقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله എല്ലാ സമയവും ഓർത്ത് സൂക്ഷിച്ച് നിരീക്ഷിച്ച് ജീവിക്കുന്ന തഖ്വയുള്ള ഒരു ജീവിതം നയിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ലാ യസ്തജീബു മിൻ ദുആഇൻ മിൻ ഖൽബിൻ ഗാഫിൽ. നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, ദുആ ചെയ്യുന്നതിന് അശ്രദ്ധമായിട്ടാണ് എങ്കിൽ അള്ളാഹു അങ്ങനെയുള്ളവരുടെ ദുആ സ്വീകരിക്കില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എല്ലാവരും ദുആ ചെയ്യുന്ന പോലെ ഒരു സ്വിച്ചിട്ട പോലെ നമ്മൾ ദുആ ചെയ്യണം, അങ്ങനെയല്ല. നമ്മൾ ആവശ്യങ്ങൾ ഓരോന്നും അള്ളാഹുവിനോട് എടുത്ത് പറയണം, ഓരോന്നും അള്ളാഹുവിനോട് എടുത്ത് പറയണം. ആവശ്യങ്ങൾ പലതും ഇല്ലേ, നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ അള്ളാഹുവായിട്ട് അടുക്കുള്ളൂ. നമ്മുടെ വിചാരം സങ്കടം വരുന്ന നമ്മളെ പരീക്ഷിക്കാനല്ല, അത് നിന്നെ അള്ളാഹുവിനെ പഠിപ്പിക്കാനാണ്. എങ്ങാനും ആ പരീക്ഷണത്തിന് നീ അള്ളാഹുവായിട്ട് അടുത്തുവെങ്കിൽ എനിക്ക് ദുനിയാവ് കിട്ടിയില്ലേ, ആഖിറം കിട്ടിയില്ലേ, ഒരു സമാധാനം അള്ളാഹു തരുന്നുണ്ട്. ഇപ്പോഴും ഈമാനിന്റെ ലദ്ദത്ത് 10, 30, 40 വയസ്സായിട്ട് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു ലദ്ദത്ത് നമുക്ക് കിട്ടിയില്ലല്ലോ. അതെപ്പം കിട്ടാനാ? നമ്മൾ ദുആ ചെയ്യണം, ഗാഫിലല്ല, ശ്രദ്ധമായി ജാഗ്രതയോടുകൂടി വിഷമങ്ങൾ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എങ്കിൽ നിന്റെ ഗഫലത്തിൽ നിന്ന് നിനക്ക് രക്ഷ നേടാമെന്നാണ്. രണ്ടാമത് പണ്ഡിതർ പറയാം, ഗഫലത്ത് മാറ്റാനുള്ള ഒന്നാമത്തത് പറഞ്ഞത് കാര്യമായി അള്ളാഹുവിനോട് ദുആ ചെയ്യണം, ബോധത്തോടുകൂടി. രണ്ടാമത് പറഞ്ഞത് സിയാറത്തുൽ ഖുബൂർ, ഖബറുകൾ പോയി സന്ദർശിക്കണം, ഖബറുകൾ പോയി സന്ദർശിക്കണം. ഈ പളവളപ്പുള്ള ദുനിയാവിൽ മരിക്കുന്നുള്ള ഓർമ്മ മറപ്പിക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. മരിക്കുന്നുള്ള ഓർമ്മ വേണ്ടേ? ഖബറുകൾക്ക് പോകണം, നമ്മൾ ഖബറുള്ള പള്ളികളിലേക്ക് പോകണം, എന്നിട്ട് ഖബർസ്ഥാനിൽ പോയി അല്പസമയം നമ്മൾ നിൽക്കണം. അതിന്റെ പിറകുള്ള അങ്ങാടിയിലേക്ക് നമ്മൾ നോക്കണം. ആളുകളൊക്കെ തിരക്കിലാണ്, പക്ഷേ ഇന്നലേക്ക് നാളെ ആളുകൾക്ക് ഇവിടെ വന്ന് കിടക്കും. ഞാനില്ലെങ്കിലും അങ്ങാടി മുന്നോട്ടേക്ക് പോകും, ഈ പള്ളി മുന്നോട്ടേക്ക് പോകും. പ്രസിഡന്റിലേക്ക് അടുത്ത പ്രസിഡന്റ് വരുമല്ലോ, ഖത്തീബിലേക്ക് അടുത്ത ഖത്തീബ് വരുമല്ലോ. ജീവിതത്തിൽ എന്താ തടസ്സപ്പെടാനുള്ളത്? നമ്മൾ പോവാൻ ആളുകൾ കാത്തിക്കാണ്, നമ്മൾ പോവാൻ റെഡിയാണോ? അതുകൊണ്ട് അള്ളാഹു വിളിച്ചാൽ വിശുദ്ധ ഖുർആന്റെ ഒരൊറ്റ വാക്കും കൂടെ പറഞ്ഞ് നിർത്തുകയാണ്, മലക്കുകൾ ഇറങ്ങി വരും. അല്ലാ തഖാഫു വലാ തഹ്സനു, നീ പേടിക്കണ്ട ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മലക്കുകൾ ഇറങ്ങി വരും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവിടെ തതനസ്സലു എന്ന് പറയാൻ ഖുർആൻ ഉപയോഗിച്ച വാക്ക് ഒരു പണ്ഡിതൻ പറഞ്ഞത് എല്ലാ സമയത്തും അത് നടക്കുന്നുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആയത്ത് ഓതുന്ന സമയത്തും ദുനിയാവിന്റെ എവിടെയോ ഒരു ഭാഗത്ത് മലക്കൊരു മുഅ്മിനോട് ഇപ്പൊ പറയുന്നുണ്ട്. മലക്ക് ഒരു മുഅ്മിനോട് ഞാൻ ഈ പറയുന്ന സമയത്തും അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന. ഇത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും ഏതോ മുഅ്മിനോട് മലക്കിത് പറഞ്ഞിട്ടുണ്ട്. സന്തോഷത്തോടെ ആ മുഅ്മിനെ പോയിട്ടുണ്ട്. നമുക്കും പോകണ്ടേ? അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്തുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.